Welcome back to today's episode of Milestone Mummies. Today we are explaining bitwise operators. Bitwise operators in the functions ബൈനറി ഓപ്പറേറ്റേഴ്സിനെ കമ്പയർ ചെയ്യുകയാണ്. അതായത് ഓരോ കൊടുക്കുന്ന നമ്പേഴ്സിൻ്റെയും ഇക്വലൻറ്റ് ബൈനറി ഫോർമാറ്റിലെ നമ്പേഴ്സിനെ റീഡ് ചെയ്തിട്ട് അതിൻ്റെ മാനിപ്പുലേഷനാണ് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് വെച്ച് ചെയ്യുന്നത്. Now let's look which are the important bitwise operators. Look, bitwise and or not, bitwise exclusive or, left shift and right shift. These are the important bitwise operator. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിനകത്ത് bitwise and or not ഇത് കണ്ടിട്ട് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച ലോജിക്കൽ ആൻഡ് ഓർ നോട്ടുമായിട്ട് ഇച്ചിരി സിമിലാരിറ്റീസ് ഉണ്ട്, ബട്ട് സിമ്പിൾസ് ഡിഫറെൻ്റ് ആണ്. കണ്ടോ? സിമ്പിൾ നോക്കുക, റൈറ്റ് സൈഡിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ബിറ്റ്വൈസ് ആൻഡ് ഓപ്പറേഷൻ. ഞാൻ ഓൾറെഡി ഇൻട്രഡക്ഷനിൽ പറഞ്ഞു, ഇത് നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സിനെ ബൈനറി ഫോർമാറ്റിൽ റീഡ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെന്ന്, അല്ലേ? നോക്കുക, കമ്പ്യൂട്ടറിലെ എല്ലാ ഇൻഫർമേഷനും ബൈനറി നമ്പർ സിസ്റ്റം ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. നമുക്കറിയാം, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഓരോ ഡേറ്റാസ് കൊടുക്കുന്നതും ഇക്വലന്റ് ബൈനറി ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ A=10 എന്ന് കൊടുത്തിട്ടുണ്ട്. 10നെ ഇക്വലന്റ് ബൈനറിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കുക? 2ന്റെ ബേസിസ് ആയിട്ട് നോക്കുക. 2^0 1, 2^1 2, 2^2 4, 2^3 8. ഈ ഒരു ഫോർമാറ്റിലാണ് കമ്പ്യൂട്ടറിൽ ബൈനറി ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ 10 നോക്കിയാൽ നമുക്കറിയാം 8 + 2 = 10. അതാണ് 8ന്റെയും 2ന്റെയും താഴെ ഒരു 1 വന്നേക്കുന്നത്, കണ്ടോ? അപ്പൊ ഫസ്റ്റ് A=10, 10നെ എങ്ങനെയാ ബൈനറി റെപ്രസെന്റ് ചെയ്തേക്കുന്നത് നോക്കാം. 1 0 1 0. ലൈക്ക് ദാറ്റ് B=4, equivalent binary format is 0 1 0 0. Now check bitwise and operation. A=10, B=4. Then നമ്മൾ പ്രോഗ്രാമിൽ കോഡിൽ കൊടുക്കുകയാണ് A and B എന്ന് കൊടുത്താൽ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോജിക്കൽ ആൻഡിന്റെ റിസൾട്ട് പറഞ്ഞത് എങ്ങനെയാണ്? ലോജിക്കൽ ആൻഡ് എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ ഇൻപുട്സ് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു, അല്ലേ? സെയിം ലൈക്ക് ദാറ്റ് ഹിയർ ഓൾസോ. നമ്മൾ 0നെ ഫോൾസ് ആയിട്ടും 1നെ ട്രൂ ആയിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കാം, ഇവിടെ ഒരു ഇൻപുട്ട് ഫോൾസും അടുത്തതും ഫോൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫോൾസ് തന്നെയാണ്. രണ്ട് ഇൻപുട്ടും ട്രൂ ആവുന്ന കേസിൽ മാത്രമേ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. നോക്കാം, ഇവിടെ ബാക്കി എല്ലാ കേസിലും ഒരു ഇൻപുട്ട് ഫോൾസ് ആണ്. സോ ദി എൻറ്റയർ ആൻസർ ഈസ് 0. ഓക്കെ, now let's check bitwise OR operation. Here also same like that. A=10, B=4. ഓറും നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ലോജിക്കൽ ഓർ പഠിച്ച പോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയാൽ ഔട്ട്പുട്ട് ട്രൂ ആവും. നോക്കുക, ഫസ്റ്റ് 3 സെക്ഷനിൽ ഒരു ഇൻപുട്ട് ട്രൂ ആണ്, സോ ദി ഔട്ട്പുട്ട് 3. ലാസ്റ്റിൽ രണ്ട് ഇൻപുട്ടും ഫോൾസ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് ഫോൾസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബിറ്റ്വൈസ് XOR. ബിറ്റ്വൈസ് XORന്റെ കേസിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് രണ്ട് ഇൻപുട്ടും ഒരേപോലെ ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2 zeros ആണെങ്കിൽ ഔട്ട്പുട്ട് 0, 2 1 ആണെങ്കിലും ഔട്ട്പുട്ട് 0 ആയിരിക്കും. റിമൈനിങ് കേസസിലെല്ലാം ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ബിറ്റ്വൈസ് XOR. നെക്സ്റ്റ് ഈസ് NOR. ഹിയർ ലുക്ക് വൺ എക്സാമ്പിൾ. A=5. 5നെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് 0 1 0 1 എന്നുള്ള ഫോർമാറ്റിലാണ്, ബൈനറി ഫോർമാറ്റിൽ. ഇനി ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യുക, ദാറ്റ് മീൻസ് ഇതിനെ ഒന്ന് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കുക. അത് 1 ആണെങ്കിൽ 0, അതാണ് നോട്ട് ഫംഗ്ഷൻ. 1 ആണെങ്കിൽ 0 ആക്കുക, 0 ആണെങ്കിൽ 1 ആക്കുക, ദാറ്റ് ഈസ് നോട്ട് ഫംഗ്ഷൻ. Again, the last two important bitwise operators are bitwise left shift operator and bitwise right shift operator. ഇതെന്താ നമുക്ക് നോക്കാം. ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിനെ മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 എന്നും നമുക്ക് പറയാൻ പറ്റും. ലൈക്ക് ദാറ്റ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിനെ ഡിവിഷൻ ബൈ 2 എന്നും നമുക്ക് പറയാൻ പറ്റും. Consider one example. This is number 5. How we can represent number 5 in binary format? 1 + 4 = 5. ആ 1ന്റെയും 4ന്റെയും പ്ലേസിൽ ഒരു 1 ഉണ്ട്. അപ്പം ഇതിനെ നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നോക്കിയേ, ഈ 1നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓരോ ഡിജിറ്റൽ പ്ലേസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക ലെഫ്റ്റിലേക്ക്. കണ്ടോ? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇത് എങ്ങനെയായി മാറി? 1 0 1 0 ആയിട്ട് മാറി. അതെന്താണ്? 10 ആണ്, അല്ലേ? സോ 5 2s are
10 കണ്ടോ. അപ്പൊ ഇതിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ദാറ്റ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിവിഷൻ ബൈ 2. ലെറ്റ്സ് ചെക്ക് ആൻ എക്സാമ്പിൾ. 10നെ എങ്ങനെ നമ്മൾ ബൈനറി ഫോർമാറ്റിൽ എഴുതുന്നത്? 1 0 1 0. റൈറ്റ് ഷിഫ്റ്റ് ആണ്. സോ ഒരു ബിറ്റിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. കണ്ടോ, ഓരോ ഷിഫ്റ്റിനെയും റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? 1 0 1 0 എന്നുള്ളതാണ് കിട്ടിയത്. ദാറ്റ് ഈസ് 5. ദാറ്റ് ഈസ് ഡിവിഷൻ ബൈ 2. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡെവലപ്പേഴ്സ് ഒക്കെ ഗെയിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യുന്നത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ബൈനറി ഫോർമാറ്റ് റീഡ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഡേറ്റ ഏതാണ്? ബൈനറി ഡേറ്റ. അതുകൊണ്ട് now let's check another important section, unary and binary operator. നമ്മൾ ഇത്രയും ദിവസം ഓപ്പറേറ്റേഴ്സിന്റെ ക്ലാസ് ഒക്കെ പഠിച്ചല്ലേ, ബട്ട് നമ്മൾ യൂണറി ഓപ്പറേറ്റർ എന്താ, ബൈനറി ഓപ്പറേറ്റർ എന്താന്ന് ഡിസ്കസ് ചെയ്തില്ല. ലെറ്റ്സ് ചെക്ക്. യൂണറി ഓപ്പറേറ്റർ ഈസ് ആൻ ഓപ്പറേറ്റർ ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ എ സിംഗിൾ ഓപ്പറൻഡ്. അതാണ് അതിന്റെ ഡെഫിനിഷൻ. ലെറ്റ്സ് ചെക്ക് ദി എക്സാമ്പിൾ. പ്ലസ് പ്ലസ് അതിനെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആയിട്ട് പറയാം. മൈനസ് മൈനസ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എ പ്ലസ് പ്ലസ്, അതിനകത്ത് നോക്കുക, ഒറ്റ വേരിയബിളേ ഉള്ളൂ എ, പക്ഷെ ഓപ്പറൻഡ് ഏതാ? പ്ലസ്. ഓപ്പറേറ്റർ ഏതാണ്? പ്ലസ് പ്ലസ്. ഓപ്പറൻഡ് എ. സോ ഒരു വേരിയബിൾ ഉള്ളതല്ലേ, ഒരൊറ്റ ഓപ്പറൻഡ്, വേരിയബിൾ തന്നെയാണ് ഓപ്പറൻഡ് കേട്ടോ. ഒറ്റ ഓപ്പറൻഡ് ഉള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ മൈനസ് മൈനസിനെ എങ്ങനെ എഴുതുന്നത്? എ മൈനസ് മൈനസ്. ദെൻ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് എ പ്ലസ് പ്ലസ്? A plus plus in the meaning A equal to A plus 1. Like that, A minus minus means A equal to A minus 1. Plus plus എന്ന് വെച്ചാൽ ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും മൈനസ് മൈനസ് എന്ന് വെച്ചാൽ ഡിക്രിമെന്റ് ഓപ്പറേറ്ററും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ വേരിയബിൾ മതി. അത് യൂണറി ഓപ്പറേറ്ററിന് എക്സാമ്പിൾ ആണ്. Then what is binary operator? Binary operator is an operator that operates in two operand. Example, addition. ഒരു എക്സാമ്പിൾ പറയാം. സി ഈക്വൽ ടു എ പ്ലസ് ബി. അതിൽ എയും ബിയും രണ്ട് ഓപ്പറൻസ് ഉണ്ട് കണ്ടോ. സോ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. നൗ ഒരു പ്രോഗ്രാം കോഡ് നോക്കുക. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പൈത്തൺ കോഡ്. പൈത്തണിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ഇന്ന് പഠിച്ച ബിറ്റ് വൈസ് ഓപ്പറേറ്റർ നോക്കുക. കണ്ടോ, ഇവിടെ എ ആൻഡ് ബി, ഇവിടെ എല്ലാം ഓപ്പറേറ്റർ നോക്കിയേ. ലോജിക്കൽ ഓവർ ഓപ്പറേറ്റർ, ലോജിക്കൽ ആൻഡിനൊക്കെ ഡബിൾ ആംപർസെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ എല്ലാം സിംഗിൾ ആണ് കണ്ടോ. ആൻഡിന് സിംഗിൾ. ഇതെല്ലാം ബിറ്റ് വൈസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് ഈ പൈത്തൺ കോഡിൽ എങ്ങനെ കോഡ് എഴുതുന്നുള്ളത്. ഇതുകൊണ്ട് ഈ സിമ്പിൾ ഇവിടെ കോംപ്ലിമെന്റ് ആണ് കേട്ടോ, നോട്ട് ഓപ്പറേറ്റർ. ഇത് എക്സ്ക്ലൂസീവ് ഓറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈക്വലന്റ് ഔട്ട്പുട്ട് കാണാം. ഓക്കെ, now it's time for today's homework. Dear students, identify which is logical and operator. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സും കേട്ടതിന് ശേഷം ആൻസർ ചെയ്യുക. ഐഡന്റിഫൈ വിച്ച് ഈസ് ലോജിക്കൽ ആൻഡ് എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ. ആൻസർ അറിയാവുന്നവർ ആൻസർ ഡെഫിനറ്റ് ആയിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ദിവസം ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. താങ്ക് യു, ബൈ. താമരച്ചെപ്പിൽ തളിർമണിച്ചെപ്പിൽ തങ്കക്കിനാവൊരുക്കി ഞാൻ വരതം ഒരു ശ്രുതി ഇളക്കി.